നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു പുസ്തകം എഴുതണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി യേശു ക്രിസ്തുവിനെ കുറിച്ച്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും പ്രസക്തമാണ്. പ്രത്യേകിച്ച് മലയിലെ പ്രസംഗത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നും സാർത്ഥകമാണ്, അതുപോലെ തന്നെ കാലിക പ്രസക്തവുമാണ്. തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞു. മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അത് മറ്റുള്ളവരോടും ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞു വെക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഉപ്പാണ്, വഴിയാണ്, സത്യമാണ്, ജീവനാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ മറ്റാർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അധികരിച്ചു പോവുകയാണ്. ഞാൻ ഇടയനാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ പാപികളെ സ്നേഹിക്കുന്നു, ചുങ്കക്കാരെ സ്നേഹിക്കുന്നു, ഒരു വകതിരിവുമില്ലാതെ അന്നത്തെ സമൂഹ ചട്ടക്കൂടുകളെ എല്ലാം പൊളിച്ചെഴുതി ഒരു സാർവത്രിക ലൗകികതയുടെ സാർവത്രിക സ്നേഹത്തിൻ്റെ മകുടമായി മാറിയ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ പുത്രനും മനുഷ്യൻ്റെ പുത്രനും. ഇത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് മാൻ ആൻഡ് സൺ ഓഫ് ഗാഡ്. ദൈവപുത്രനും അതുപോലെ തന്നെ മനുഷ്യപുത്രനുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.